നമസ്കാരം. ശ്വേതാ മേനോന്റെ അമ്മയുടെ കോടതി അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്നു. ജനറൽ ബോഡി യോഗം. എന്തൊക്കെയായിരുന്നു ബഹളങ്ങൾ? അമ്മയുടെ കോടതി തീരുമാനിക്കും എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ നടക്കും എന്നുള്ളതാണ്. പ്രാഥമിക അംഗത്വം വരെ രാജിവെച്ചുകൊണ്ട് ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും ഉൾപ്പെടെയുള്ള 17 EC അംഗങ്ങൾ രാജിവെച്ച് പുറത്തുപോയി. ഇതിൽ ലക്ഷ്മിപ്രിയയും ശ്വേതാ മേനോനുമാണ് പ്രാഥമിക അംഗത്വം രാജിവെച്ചിരിക്കുന്നത്. ബാക്കി ആ ബോഡി തന്നെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പൂർണ്ണമായി ഇല്ലാണ്ടായി. 67 ലക്ഷം രൂപയുടെ കണക്കുകളുമായി ബന്ധപ്പെട്ടാണ് ബാബുരാജിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങളോട് ബാബുരാജ് സംസാരിച്ചത്. അതിന് ജനറൽ ബോഡി യോഗത്തിൽ ശ്വേതാ മേനോൻ പറഞ്ഞ മറുപടി ബാബുരാജ് ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ശക്തമായി എതിർത്തുകൊണ്ട് ബാബുരാജ് രംഗത്തെത്തി. ബാക്കിയുള്ള അമ്മയുടെ അംഗങ്ങളും അതനുസരിച്ച് എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോൾ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയിൽ ഒരു ട്രഷറർ ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st of May. 1-ാം തീയതി നമ്മളുടെ അമ്മ സംഘടനേന്റെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോൾ ലേബറിലും പോലീസിലും കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഒരു മെയിലും കൊടുക്കാതെ ഒരു അറിവുമില്ലാതെ കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടുള്ള നമ്മൾ വന്നേല കമ്മിറ്റീന്റെ എല്ലാം കണക്ക് കറക്റ്റാണ്. അതിന്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനേന്റെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ അമ്മ മെമ്പർ അല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അമ്മയിൽ നിന്ന് ആകെ ഒഴിഞ്ഞു. ആരാണ് അമ്മ സംഘടനയെ ഇതുപോലെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്? കുറ്റാരോപിതരായ എല്ലാ ആൾക്കാരും. ബാക്കി പേരുകൾ അത് അടുത്ത പ്രാവശ്യം ഞാൻ ഗൂഢാലോചന അതിന്റെ ഒരു കെണിയായിട്ട് തന്നെയാണ് കുറെ ഇവിടെ ഉള്ള വനിതാ നേതൃത്വത്തിൽ ആകെ അവിശ്വാസത്തിലാണ്. അല്ല, വനിതാ നേതൃത്വത്തിൽ ഇതിൽ വനിതയല്ല, ഇതില് പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. ഒരു ജനറൽ ബോഡി വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ജനറൽ ബോഡിയിൽ ഇതിനകത്ത് പറയുന്നുണ്ട് 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. മിനിമം റിക്വയർമെന്റ് ആണ്. ഇവിടെ ഇതുവരെ ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. 1. 2, ഇന്നിവിടെ പാസ്സാക്കാൻ നിന്ന കണക്കുകൾക്ക് ട്രഷറർ ആയിട്ടില്ല. കണക്കുകൾ ശരിയല്ല. അതുപോലെ തന്നെ റിപ്പോർട്ട് പാസ്സായില്ല. അവർ പല പ്രാവശ്യം കെഞ്ചി ചോദിച്ചിട്ടും ഒരംഗം പോലും, ആദ്യം ഒരു 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും നാൾ ഇവര് ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ അത് പക്ഷെ അത് ഇവിടെ തന്നെ പൊളിച്ചെടുക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവര് തന്നെ രാജിവെച്ചു പോവുകയാണ് ഉണ്ടായത്. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാൻ അതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലന്മാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി 25 ദിവസം കൂടി 45 ദിവസം കൂടി എന്ന് പറയുമ്പോ എങ്ങനെയാ അത് മുന്നോട്ട് പോവാ? കാരണം അതെല്ലാം എന്റെ കമ്മിറ്റി എന്ന് പറയില്ല. ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദീഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിന്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പോ എന്ന് പറഞ്ഞ ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാവുമെന്ന് കണക്കും പറഞ്ഞിട്ടില്ല. ഒരാളും ഇല്ലല്ലോ കുറ്റാരോപിതർ. ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാ മതി.
ട്രഷറർ ഉണ്ണി ശിവപാൽ എന്താന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട്. ഇന്ന് ഞാൻ നോക്കുമ്പോ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ലേ ഇവരെ കാണിക്കുന്നത്? അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും അൻസിബയുടെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന അമ്മ, അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പുലർച്ചെ മുതൽ തന്നെ യോഗം ആരംഭിച്ചെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷമാണ് അൻസിബയ്ക്ക് സംസാരിക്കാനായി അവസരം കിട്ടുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ കണക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, തർക്കങ്ങൾ, ബഹളങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കെ പി ഗണേഷ് കുമാർ ആവട്ടെ ശ്വേതാ മേനോന് വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്തു. സ്ത്രീകൾ ആദ്യമായിട്ട് മുന്നോട്ട് വരുന്ന സംഘടനയാണ്, അവർക്ക് കുറച്ച് സമയം കൊടുക്കണം, ഒരു 45 ദിവസം കൂടി കൊടുത്തു കഴിഞ്ഞാൽ കണക്കുകൾ കൃത്യമാകുമെന്ന് കെ പി ഗണേഷ് കുമാർ അവിടെ നിന്ന് വാദിക്കുകയും ചെയ്തു. ഒരു പക്ഷേ അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത് വേണമെങ്കിൽ ഒരവസരം കൂടി ശ്വേതാ മേനോൻ ഭരിക്കുന്ന ഈസിക്ക് കൊടുക്കാം എന്നതായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമാണ് കഥയിലെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അൻസിബ ഹസൻ ചോദിച്ചു വാങ്ങിച്ച സമയം ഉച്ചയ്ക്ക് ശേഷം കിട്ടി. സ്റ്റേജിൽ കയറി അൻസിബ 22 മിനിറ്റ് സംസാരിച്ചു. ഈ 22 മിനിറ്റും അൻസിബ നേരിട്ട കാര്യങ്ങളെക്കുറിച്ച് അൻസിബ വ്യക്തമാക്കി അമ്മയിലെ അംഗങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അൻസിബ പറഞ്ഞ അതേ കാര്യങ്ങൾ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ തെളിവ് സഹിതം അമ്മയിലെ അംഗങ്ങളുടെ മുന്നിൽ വെച്ച് അൻസിബ അവതരിപ്പിക്കുകയും ചെയ്യും. അൻസിബയുടെ പരാതി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞെങ്കിൽ പോലും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ അത് ഏറ്റെടുത്തിരിക്കുകയാണ് അമ്മയുടെ അംഗങ്ങൾ എന്നതും പറയേണ്ടിയിരിക്കുന്നു. 22 മിനിറ്റ് നേരം അൻസിബ സംസാരിച്ചപ്പോൾ ഒരാൾ പോലും ഒരക്ഷരം മിണ്ടിയില്ല, ഒരു എതിർപ്പും ഉണ്ടായില്ല. EC അംഗങ്ങൾക്ക് ആർക്കും മറുത്ത് ഒരക്ഷരം മിണ്ടാനില്ല. ടിനി ടോമിനെതിരെ ഉന്നയിച്ചതായിക്കോട്ടെ, ലക്ഷ്മിപ്രിയക്കെതിരെ പരാതികളായിക്കോട്ടെ, ഇതെല്ലാം തെളിവ് സഹിതമാണ് അൻസിബ അമ്മ അംഗങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. ജനറൽ ബോഡി യോഗമാണ്, ശ്വേതാ മേനോൻ പറഞ്ഞതുപോലെ അമ്മയുടെ കോടതിയാണ്. അമ്മയുടെ കോടതി നിശബ്ദമായി അൻസിബ പറഞ്ഞത് കേട്ടുകൊണ്ടേയിരുന്നു. ന്യായം ആരുടെ ഭാഗത്താണെന്ന് അമ്മയുടെ ജനറൽ ബോഡിയിലെ അംഗങ്ങളിൽ ഓരോരുത്തർക്കും മനസ്സിലായി. എഴുന്നേറ്റ് നിന്ന് അൻസിബയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കയ്യടികളോടുകൂടിയാണ് അൻസിബ പറഞ്ഞെടുത്ത് നിന്ന് അവസാനിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് കണ്ടതും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡി ആയിരുന്നു ഇന്ന് നടന്നത്. ഈ സമിതി കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ചതിന് എങ്ങനെയാണ് അതിനുള്ള പ്രതികരണം? കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷെ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനോടും ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാൻ തയ്യാറായിരുന്നില്ല ഈ കമ്മിറ്റിയല്ല ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷെ ഇവിടെയുള്ള ഓരോ വ്യക്തിയും എന്റെ കൂടെ നിന്നു എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം അവരുണ്ടാക്കി തന്നു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത് അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യത കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറയാൻ പറ്റിയതിലുള്ള ഒരു സമാധാനമുണ്ട് എനിക്ക്. ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം, ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ? ആ ഒരുപാട് പ്രൊസീജിയേഴ്സ് തരണം ചെയ്ത് വേണം ആ നീതി എനിക്ക് ലഭിക്കാൻ. ആ നീതിക്കായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് ചലിക്കില്ല. കെ പി ഗണേഷ് കുമാർ പറയുന്നു, മോഹൻലാലിന്റെ തീരുമാനം എന്താണോ, ലാൽ സാറിന്റെ തീരുമാനം എന്താണോ അതനുസരിച്ച് തന്നെയായിരിക്കും ഭാവി തീരുമാനം. എന്നാൽ ലാൽ സാർ പറയുന്നു, ജനറൽ ബോഡി അംഗങ്ങളുടെ തീരുമാനത്തിനൊപ്പമാണ് ഞാനെന്നും. അങ്ങനെ മാറുകയായിരുന്നു അമ്മ ജനറൽ ബോഡി യോഗം. അമ്മ ജനറൽ ബോഡി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പതുക്കെ എത്തുന്നതിന് മുമ്പ് നൈസായിട്ട് ശ്വേതാ മേനോൻ ഭരണം കൽപ്പിക്കുന്ന 17 അംഗ EC
രാജിവെച്ച് പുറത്തേക്ക് പോയി. ഇതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്വേതാ മേനോൻ അവസാനം ഒരു വാക്കുകൂടി പറഞ്ഞു. ഇനി യുദ്ധം മാധ്യമങ്ങളിലൂടെ നടക്കട്ടെ എന്നുള്ളതാണ്. മാധ്യമങ്ങൾ, ശ്വേതാ മേനോൻ, ഈ രണ്ട് വാക്കുകളും തമ്മിൽ കുറച്ചധികം നാളുകളായിട്ട് നിന്ന് കറങ്ങുന്നുണ്ട്. കാരണം ശ്വേതാ മേനോൻ ആദ്യമായിട്ട് അമ്മയുടെ പ്രസിഡന്റായിട്ട്, അതായത് വനിതാ ആദ്യ പ്രസിഡന്റായിട്ട് ശ്വേതാ മേനോൻ അധികാരമേറ്റതിന് ശേഷം മാധ്യമങ്ങളോട് ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നൊരു വാചകമുണ്ട്. മാധ്യമങ്ങളോട് കൃത്യമായ എല്ലാ കാര്യങ്ങളും ധരിപ്പിക്കും, കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകും, അമ്മയുടെ ക്ഷീണമൊക്കെ തന്നെ മാറ്റും, ഇപ്പോഴാണ് അമ്മയായത്, അങ്ങനെ തുടങ്ങി പല പല വാചകങ്ങളും പറഞ്ഞുകൊണ്ട് ഷുഗർ കോട്ട് ചെയ്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ അധികാരത്തിലേക്ക് വന്നത്. പക്ഷേ മാസം 10 തികയുന്നതിന് മുമ്പേ EC അംഗങ്ങൾ വീണ്ടും കൊഴിഞ്ഞു പോവുകയും ഒരു അഡ്ഹോക് കമ്മിറ്റി രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കാമെന്ന് അമ്മ സംഘടനയ്ക്ക് തീരുമാനിക്കാനുണ്ടായ ഘടകങ്ങൾ എന്താണ്? പോയിന്റ് നമ്പർ 1, ശ്വേതാ മേനോന് അമ്മയിൽ നടക്കുന്ന ഒന്നും അറിയില്ല എന്നുള്ളതാണ്. അത് തുറന്നു പറഞ്ഞത് ശ്വേതാ മേനോൻ തന്നെയാണ്. ജനറൽ സെക്രട്ടറിയും ട്രഷററും കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞത് അതേ പ്രസിഡന്റിന്റെ നാവിൽ നിന്നുകൊണ്ടാണ്. ഒരു സംഘടനയുടെ പ്രസിഡന്റ് അവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവിടുത്തെ സാധാരണ അംഗങ്ങൾക്ക് എന്തറിയാനാണ്? പോയിന്റ് നമ്പർ 2, ട്രഷററുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ. 67 മുതൽ 70 ലക്ഷം രൂപ എവിടെ പോയി? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ആരൊക്കെ എവിടെ നിന്നും കൊണ്ടുപോയി തട്ടിയെടുത്തതോ മുക്കിയതോ? എന്തുകൊണ്ട് കണക്കുകൾ കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല? വരവ് ചെലവ് കണക്കുകളിൽ എന്തുകൊണ്ട് ഒരു കൃത്യമായ കണക്ക് വരുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതായി. പോയിന്റ് നമ്പർ 3, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയേണ്ട അവസ്ഥ അവിടുത്തെ EC അംഗത്തിന് തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന അവസ്ഥ. ജോയിന്റ് സെക്രട്ടറിയായ അൻസിബ ഹസൻ EC അംഗങ്ങളിൽ ഒരാളാണ്. അവർക്ക് പോലും നീതി കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുക. ജാതി വിവേചനം, മതപരിവർത്തനം, അവിഹിതാരോപണങ്ങൾ തുടങ്ങി പലവിധ കാരണങ്ങൾ കൊണ്ട് അൻസിബ ഹസന് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു പക്ഷേ അമ്മയുടെ ഉള്ളിൽ തീർക്കാൻ കഴിയുന്ന പ്രശ്നം അവിടെ നിന്ന് നീതി കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി മാധ്യമങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് വന്ന് സംസാരിച്ചത് അൻസിബയ്ക്ക് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ഗതികേട് കൊണ്ടാണെന്ന് മുൻ പ്രസിഡന്റായിരുന്ന ശ്വേതാ മേനോൻ ഇനിയെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം. 4, കൃത്യമായ മുന്നോട്ട് ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ തൻ്റെ ഡ്യൂട്ടീസ് നിറവേറ്റാൻ കഴിയാതെ പോയ ശ്വേതാ മേനോനെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അൻസിബ ഹസൻ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് ചോദിച്ചത് അവിടുത്തെ പ്രസിഡന്റായ ശ്വേതാ മേനോനാണ്. ഒരു അമ്മയുടെ അംഗവും മറ്റൊരു ഭാഗത്ത് അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗവുമായി നിൽക്കുന്ന 2 കക്ഷികൾ തമ്മിൽ നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലേക്ക് ഉണ്ടാക്കുന്നതെന്ന് ശ്വേതാ മേനോൻ ഇപ്പോൾ പഠിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പോയിന്റ് നമ്പർ 5, ഇതുപോലുള്ള വിഴുപ്പലക്കൾ തുടർന്നുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഒരു പ്രസിഡൻഷ്യൽ രീതിയിൽ കൃത്യമായ രീതിയിൽ ശ്വേതാ മേനോന് ഒരു സമവായ തർക്കത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യവും കൂടിയുണ്ട്. പോയിന്റ് നമ്പർ 6, കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ ശ്വേതാ മേനോൻ പറഞ്ഞ വാചകമുണ്ട്. ഓരോരുത്തർക്ക് അംഗങ്ങൾക്ക് 1500 രൂപ വെച്ച് കൂട്ടും. ഇനി അടുത്ത ജനറൽ ബോഡി നമ്മൾ തായ്ലാൻഡിൽ വെച്ച് നടത്തും. 4 ദിവസം നമുക്ക് എല്ലാവർക്കും തായ്ലാൻഡിൽ പോകാം എന്നാണ് പറഞ്ഞത്. വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നത് എന്താണ്? അൻസിബ ഹസനും ടിനി ടോമുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അൻസിബ ഹസൻ ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, വരവ് ചിലവ് കണക്കുകൾ, ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ തായ്ലൻഡിൽ എല്ലാ അംഗങ്ങളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ തായ്ലൻഡിൽ മതിമയങ്ങിപ്പോകും അവിടുത്തെ അംഗങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അത്രയും ബാലിശമായ പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ് ശ്വേതാ മേനോൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുപോലെ പല പല റീസൺസ് ഉണ്ട് ഈ അമ്മയുടെ ഡൗൺഫോളിനായിട്ട് പറയാനായിട്ട്. എന്തായാലും അവസാനം വരെ ശ്വേതാ മേനോനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ KB ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അമ്മ അംഗങ്ങൾ ഐക്യകണ്ഠേന പറയുന്നൊരു അവസ്ഥയിലേക്ക് വന്നു. ഈ സംഘടന ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ തലപ്പത്ത് അഴിച്ചുപണികൾ സംഭവിക്കണം. അങ്ങനെ അഴിച്ചുപണികൾ സംഭവിച്ചവരുടെ കൂട്ടത്തിലാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് രമേശ് പിഷാരടി വരുന്നത്. MLA കൂടിയായ രമേശ് പിഷാരടി പാലക്കാട് MLA ആണ്. അദ്ദേഹത്തിന് അതിൻ്റേതായ തിരക്കുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് രമേശ് പിഷാരടി എത്താനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തത്. അഡ്ഹോക് കമ്മിറ്റി 4 മാസത്തേക്കാണ്. ഈ 4 മാസത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം അമ്മയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല. കാരണം ഇതുപോലെ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ അടങ്ങുന്ന പ്രസിഡൻഷ്യൽ ഗ്രൂപ്പ് താഴെ പോയതും രാജിവെച്ചു പോയതും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ 1 വർഷം തികയുന്നതിന് മുമ്പാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ അധ്യക്ഷതയിൽ നിൽക്കുന്ന EC ഇപ്പോൾ വീണ്ടും പടിയിറങ്ങി പോകുന്ന കാഴ്ച. ഇനി ആര് എന്നുള്ളതാണ് ചോദ്യം. അഡ്ഹോക് കമ്മിറ്റിയിൽ എന്തുകൊണ്ട് അൻസിബ ഹസൻ വന്നില്ല എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാലാ പാർവതി തന്നെ ക്ലിയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അഡ്ഹോക് കമ്മിറ്റിയിൽ വരുന്നവർ അടുത്ത തവണ ഒരു ഭരണസമിതി രൂപീകരിക്കുമ്പോഴേക്കും പ്രസിഡൻ്റായിട്ടോ ഒരു തരത്തിലുമുള്ള EC അംഗങ്ങളിൽ ഒരാളായിട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അൻസിബ ഹസൻ അടുത്ത തവണ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അൻസിബ ഹസൻ അത്രമാത്രം ജനപിന്തുണ, അതായത് അമ്മ സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള ജനപിന്തുണ കൂടുതലാണ്. കാരണം അംഗങ്ങൾ എല്ലാവരും അൻസിബയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിലവിൽ രംഗത്തെത്തുന്നത്. അതുകൊണ്ടാണല്ലോ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർക്ക് രാജിവെച്ച് അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പോകേണ്ടി വന്നത്. അപ്പോൾ ഒരുപാട് ചീത്തപ്പേരുണ്ടായി. പക്ഷെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് എൻ്റെ മനസ്സിൽ നല്ല ഉറപ്പുണ്ട്. കാരണം അൻസിബയെ അത്ര സ്നേഹിക്കുന്നുണ്ട് അംഗങ്ങളും പൊതുജനവും.
അപ്പോൾ ആ തരത്തിൽ ഒരാൾ നേതൃത്വത്തിൽ വന്ന് ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അൻസിബ ഇപ്രാവശ്യം അഡ്ഹോക്കി വന്നാലും അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അഡ്ഹോക്കി വരണ്ട, ഇലക്ഷൻ നിൽക്കട്ടെ, നോക്കാം. അതുകൊണ്ട് തന്നെ അൻസിബ ഹസൻ അടുത്ത തവണ ടേമിൽ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അഡ്ഹോക് കമ്മിറ്റിയിൽ അൻസിബ ഹസനെ ഉൾപ്പെടുത്താത്തത് എന്നാണ് പറയുന്നത്. അതായത് ഇനിയൊരു ഭരണസമിതി വരുമ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റിയിലുള്ള ആരും തന്നെ അടുത്ത ഭരണസമിതിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അൻസിബയെ അഡ്ഹോക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതെന്നുള്ളതാണ് മാലാ പാർവതി വ്യക്തമാക്കുന്നത്. മല്ലിക സുകുമാരൻ ഉൾപ്പെടെ കഴിഞ്ഞ തവണത്തെ യോഗം അവസാനിക്കുന്ന സമയത്ത് കണക്കുകൾ കൃത്യമായി കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയ്ക്കും കുക്കു പരമേശ്വരനും. ഉണ്ണി ശിവപാലിനെ നിർബന്ധിത ലീവിൽ പറഞ്ഞയച്ചിരിക്കുന്നതുകൊണ്ട് ട്രഷററായ ഉണ്ണി ശിവപാൽ ഉണ്ടായിരുന്നില്ല എന്നതും കൂടി വ്യക്തമാക്കട്ടെ. എന്തായാലും യോഗത്തിന് ശേഷം പുറത്തിറങ്ങി വന്ന താരങ്ങൾ 2 ഭാഗങ്ങളായി, 2 ചേരികളായി, 3 ചേരികളായി, 4 ചേരികളായി നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ചിലർക്ക് വേണ്ടി വാദിക്കുന്നു, ചിലരെ തള്ളിപ്പറയുന്നു. അങ്ങനെ അമ്മാ സംഘടന ഭിന്നതയിലാണ്, പിളർപ്പിലേക്കാണ്, പൊട്ടിത്തെറിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാധ്യമ സൃഷ്ടി മാത്രമല്ല. അമ്മാ സംഘടനയിൽ നടക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്കുള്ള പല ബൈറ്റുകളും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അമ്മ ഒരു ഡൗൺഫോളിലേക്ക് നിൽക്കുകയാണ്, ഒരു പട്ടുകുഴിയിൽ നിൽക്കുകയാണെന്ന് പറയാതിരിക്കാൻ വഴിയില്ല. അതിനെ കരകയറ്റി കൊണ്ടുവരണമെങ്കിൽ ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായിട്ട് അവിടെയുള്ള ഓരോ അംഗങ്ങൾക്കും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യങ്ങളെ അങ്ങനെ അങ്ങ് വേണ്ട എന്ന് വയ്ക്കാൻ കഴിയില്ല. അമ്മയെ അങ്ങനെ പൂർണ്ണമായും ഇല്ലാതാക്കാനും കഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴേക്കും ഇത് പിടിച്ചു കൊണ്ടുവരാൻ വീണ്ടും ഒരു ഭരണസമിതി വരണം എന്നുള്ളതാണല്ലോ ആവശ്യം. ആ ഭരണസമിതി വരുമ്പോഴേക്കും ഇനി അതിനകത്ത് ആര് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അൻസിബയുടെ മുന്നിൽ മുട്ടുവരച്ച് നിൽക്കുന്ന അമ്മയെ കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു എന്നുള്ളതാണ്, അമ്മയുടെ ജനറൽ ബോഡിയിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അൻസിബ തലപ്പത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം വലിയ സമൂഹവും ആ അമ്മയ്ക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നതും കൂടി ഒരു വഴിയിലായിട്ട് പറയേണ്ടി വരും. അങ്ങനെ നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിലൂടെയാണ് അമ്മ സംഘടന ഇപ്പോൾ കടന്നു പോകുന്നത്. ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ എപ്പോൾ വേണമെങ്കിലും കാണാം. അതിലൂടെ ശ്വേതയ്ക്ക് പറയാനുള്ളത് എന്താണെന്നും അമ്മാ സംഘടനയെ കഴിഞ്ഞ 10 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ ബോധ്യം പ്രസിഡന്റായ ശ്വേതാ മേനോൻ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ശ്വേതയ്ക്ക് മറുപടി പറയേണ്ടി വരും. ഇതിങ്ങനെ തുടർച്ചങ്ങലയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭരണസമിതിക്ക് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 തവണ ഉണ്ടായ ക്ഷീണം, ഒന്ന് ഹിമ കമ്മിറ്റി, മറ്റൊന്ന് അൻസിബ ഹസന്റെ ആരോപണം. ഈ 2 ക്ഷീണങ്ങളും മറികടക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ കൂടി കാണിക്കേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അമ്മാ സംഘടനയ്ക്കകത്ത് തീരേണ്ട പ്രശ്നങ്ങൾ പൊതുമധ്യയിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ, പോലീസിന് മുന്നിൽ, കോടതിക്ക് മുന്നിൽ വരെ നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മാധ്യമ വാർത്തയായിട്ട് ജനിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.